എങ്ങനെയായിരുന്നു ഓരോ സബ്ജക്റ്റത്തെ അപ്രോച്ച്? എങ്ങനെയാ ബയോളജി പഠിച്ച്, എങ്ങനെയാ ഫിസിക്സ് പഠിച്ച്? അതിപ്പോൾ ലൈക്ക് ഓരോ ടെസ്റ്റ് എഴുതുമ്പോൾ അതിനകത്ത് നമ്മളെ മാർക്ക് അനുസരിച്ചിട്ട് ഏതിനാണ് കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പം എനിക്ക് കൺസിസ്റ്റൻ്റ്ലി മാർക്ക് കുറവുണ്ടായിരുന്നത് ബയോളജിയിലും കെമിസ്ട്രിയിലായിരുന്നു. അപ്പം ബയോളജി പറഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കുക ഓരോ പ്രാവശ്യം തെറ്റുമ്പം അത് ഒന്നും കൂടി വായിച്ച് നോക്കുക, അപ്പം കുറച്ചുകൂടി പുതിയ സാധനങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അങ്ങനെ കുറേ തവണ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ് ബയോളജിയിൽ മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മാസ്റ്റർ ദി NCERT പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ലൈക്ക് ഓരോ ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പം അത് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ നമ്മൾ കാണാത്ത സാധനങ്ങളൊന്നും കൂടി കിട്ടുമായിരുന്നു. പിന്നെ കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 3 എണ്ണം ഉണ്ടല്ലോ, ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക്. അതിനകത്ത് ഫിസിക്കൽ കെമിസ്ട്രി കാര്യമായിട്ട് ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അത് ചെയ്യുക ഇതായിരുന്നു മെയിനായിട്ട്. NCERT-നകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ. പിന്നെ ഉണ്ടായിരുന്നത് ഇനോർഗാനിക് ബയോളജി പോലെ തന്നെ വായിക്കുക പിന്നെയും തെറ്റും പിന്നെയും വായിക്കുക, അങ്ങനെ. അതും ഈ ഫിംഗർ ടിപ്സൊക്കെ പോലത്തെ മാസ്റ്റർ ദി NCERT പോലത്തെ ബുക്ക് അത് കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർഗാനിക് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ട് പിന്നെ റിവൈസ് ചെയ്യണം. ഓർഗാനിക് ബേസിക്കലി നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര അധികം എഫേർട്ട് അതിൻ്റെ മേലെ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം കുറച്ച് കൊടുക്കുക. ഓർഗാനിക് മറന്നു പോകുന്നതിൻ്റെ പ്രശ്നം എല്ലാവരും പറയുന്നതാണ്. അത് മാളവിക എന്താ ചെയ്തത്? ലൈക്ക് ഓർഗാനിക്കിന് ബേസിക്കലി നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ചുണ്ടാക്കാം. അപ്പം കോൺസെപ്റ്റുവലായിട്ട് കുറച്ചുകൂടി നോക്കുക എന്നുള്ളതാണ് ഓർഗാനിക്കിന് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കൊടുക്കേണ്ട സമയം നമുക്ക് കുറേ കുറയ്ക്കുക. അത്രയ്ക്കും ഇനോർഗാനിക്കിനെ കൊടുക്കണം. അപ്പോൾ നീറ്റിനൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലേ ഓർഗാനിക് ചോദിക്കുള്ളൂ, ഇനോർഗാനിക്കിൽ അത്തിക്കായിട്ടിടുക, അതിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഫിസിക്സിനാണെങ്കിൽ നമുക്കിപ്പോൾ പ്രശ്നം വരാൻ ആ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ ആക്യുറസി, കെയർലെസ് മിസ്റ്റേക്ക് പറ്റുക, അങ്ങനത്തെയൊക്കെയാണല്ലോ. അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചെയ്തത് DC പാണ്ഡേൻ്റെ നീറ്റ് വേർഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ JEE വേർഷനും ചെയ്തിട്ടുണ്ട്. JEE വേർഷനകത്ത് പക്ഷേ കൈനമാറ്റിക്സിൻ്റെ ഒന്നും അധികം ചെയ്തിട്ടില്ല, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ലോങ് ആണ്. അപ്പം നീറ്റിന് 1 മിനിറ്റിന് പറ്റുന്ന ക്വസ്റ്റ്യനല്ലേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ടില്ല. ബാക്കി +2ൻ്റെ ഒക്കെ കുറേയൊക്കെ JEE വേർഷനും ചെയ്തിട്ടുണ്ട്. DC പാണ്ഡേ ബുക്ക്, അതാണ് കാര്യമായിട്ട് നോക്കിയിട്ട്.